പരിശുദ്ധ ദൈവമാതാവ് ദേവാലയത്തിൽ വളർന്നു വന്ന കാലഘട്ടം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരുക്കത്തിൻ്റെ കാലമായിരുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധ്യാനത്തിലും ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചിരുന്ന കന്യകയുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു. ഏദൻ തോട്ടത്തിൽ വീഴ്ചയ്ക്ക് ശേഷം ദൈവം നൽകിയ വാഗ്ദാനം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെടുവാനുള്ള സമയത്തെ ദൈവം ഒരുക്കുകയായിരുന്നു. ജേക്കബ് ഓഫ് സെറൂഗ് ഈ വാഗ്ദാനത്തെ മനുഷ്യരാശിയുടെ പ്രത്യാശയായി ചിത്രീകരിക്കുന്നു. ആദാമിൻ്റെയും ഹൗവയുടെയും വീഴ്ചയ്ക്ക് ശേഷം സർപ്പത്തെ ജയിക്കുന്ന സന്തതിക്കായി സകല സൃഷ്ടിയും കാത്തിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രത്യാശയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ കന്യക മറിയ. ദേവാലയത്തിൽ ജീവിച്ചിരുന്ന മറിയത്തിൻ്റെ വിശുദ്ധ ജീവിതവും പ്രാർത്ഥനയും ദൈവഹിതത്തോടുള്ള സമർപ്പണവും അവളെ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ ഒരുക്കി. ഗ്രിഗോറിയോസ് പലോമോസ് പറയുന്നത് പോലെ, ദേവാലയത്തിൻ്റെ നിശബ്ദതയിൽ മറിയം തൻ്റെ മനസ്സിനെ പൂർണ്ണമായും ദൈവത്തിലേക്ക് ഉയർത്തി. അവളുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമായി രൂപപ്പെടുകയായിരുന്നു. യഹൂദരുടെ ആചാരപ്രകാരം ദേവാലയത്തിൽ വളർന്നിരുന്ന കന്യകയ്ക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവിടെ തുടരുവാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ മറിയം ദേവാലയത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്നാൽ അത് മനുഷ്യരുടെ തീരുമാനം മാത്രമായിരുന്നില്ല, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിലേക്ക് വരുവാൻ, കന്യകയുടെ ഉദരത്തിൽ അവതരിക്കുവാൻ ദൈവം തൻ്റെ സമയത്തെ ഒരുക്കുകയായിരുന്നു. സുറിയാനി പിതാവായ അപ്രയും മറിയത്തെ പുതിയ ഹൗവ എന്ന് വിളിക്കുന്നു. ആദ്യ ഹൗവയിലൂടെ മരണവും വീഴ്ചയും ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പുതിയ ഹൗവയായ മറിയത്തിലൂടെ ജീവനും രക്ഷയും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഗബ്രിയേൽ ദൂതന്റെ സുവിശേഷം സ്വീകരിച്ചപ്പോൾ ഏദന് നൽകിയ വാഗ്ദാനം നിറവേറ്റുവാനുള്ള സമയം വന്നിരുന്നു. കാലങ്ങളായി സർപ്പത്തിന്റെ തല തകർക്കുന്ന ശിശുവിനെ പ്രസവിക്കുന്ന സ്ത്രീയെ കാത്തിരുന്ന ലോകം ഇപ്പോൾ ആ കന്യകയെ കാണുന്നു. വിശുദ്ധിയും വിനയവും പ്രാർത്ഥനയും നിറഞ്ഞ മറിയത്തിൽ ദൈവം തൻ്റെ വാസസ്ഥലം കണ്ടെത്തുന്നു. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറയുന്നത് പോലെ, അവൾ ദൈവത്തെ വഹിച്ചവളായതുകൊണ്ടല്ല വിശുദ്ധയായത്, വിശുദ്ധിയും ദൈവഹിതത്തോടുള്ള സമർപ്പണവും നിറഞ്ഞവളായിരുന്നതിനാലാണ് ദൈവമോളെ തൻ്റെ മാതാവാകുവാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഏദനിൽ ആരംഭിച്ച വാഗ്ദാനം നസറേത്തിലെ കന്യകയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. സർപ്പത്തിന് തല തകർക്കുവാനും വീണുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാനും മരണത്തെ ജയിക്കുവാനും ദൈവപുത്രൻ പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം ധരിക്കുന്നു. മറിയം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ പാത്രവും മനുഷ്യരാശിയുടെ പ്രത്യാശ പൂവണിയുന്ന ജീവനുള്ള ദേവാലയവുമായി മാറുന്നു.